കേരളത്തിനും തന്റെ മണ്ഡലത്തിനും വേണ്ടി പാർലമെന്റിൽ പരമാവധി ഇടപെടൽ നടത്താൻ ശ്രമിക്കുമെന്ന് കെ രാധാകൃഷ്ണൻ എം പി. ഇത്തവണ ശക്തമായ പ്രതിപക്ഷമുള്ളതിനാൽ മോദി സർക്കാരിന് ഏകപക്ഷീയമായി തീരുമാനങ്ങൾ കൈക്കൊള്ളാൻ കഴിയില്ലെന്നും കെ രാധാകൃഷ്ണൻ എം പി കൈരളി ന്യൂസിനോട് പറഞ്ഞു. മൂന്നാം മോദി സർക്കാരിൻ്റെ ആദ്യ ലോക്സഭാ സമ്മേളനത്തിന് തുടക്കമാകുകയാണ്. എന്തായാലും കേരളത്തിൻ്റെ ശബ്ദമാകാൻ ആലത്തൂരിൽ നിന്ന് നിയോഗിക്കപ്പെട്ട എം പി കെ രാധാകൃഷ്ണൻ സാർ നമ്മളിപ്പോൾ ചേരുകയാണ്. കേരള രാഷ്ട്രീയത്തിൽ നിന്നും ദേശീയ രാഷ്ട്രീയത്തിലേക്ക് ഒരു മാറ്റം, മാത്രമല്ല പാർലമെൻറ്റിൽ ഇതൊരു ആദ്യ അനുഭവമാണ്. ഞാൻ ഇതുവരെ കേരളത്തിലാണ് പ്രവർത്തിച്ചത്. ദേശീയ തലത്തിൽ പാർലമെൻറ്റിൽ എങ്ങനെ പ്രവർത്തിക്കാൻ കഴിയും എന്നതിനെ സംബന്ധിച്ച് പാർട്ടിയുടെ ഡയറക്ഷൻ ഉണ്ടാവും, ഇടതുപക്ഷമുണ്ട് ഡയറക്ഷൻ ഉണ്ടാവും, അതനുസരിച്ച് കൊണ്ട് പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കേരളത്തെ സംബന്ധിച്ച് നമുക്കറിയാം, പ്രത്യേകിച്ച് കേരളയിലടക്കമുള്ള നിരവധി കാര്യങ്ങൾ കേരളം ഉയർത്തുന്നതാണ് വർഷങ്ങളായി. നമുക്കിപ്പോൾ രാജ്യസഭയിൽ ജോൺ ബ്രിട്ടാസ് എം പിയും ഇളമരം കരി എം പിയും ശിവദാസ് എം പിയെല്ലാം തന്നെ ആ വിഷയങ്ങൾ ഉയർത്തുന്നു. പക്ഷേ നമുക്ക് ലോക്സഭയിൽ ഉയർത്താൻ വേണ്ടി നമുക്കറിയാം UDF എം പിമാരിൽ നിന്നോ അല്ലെങ്കിൽ BJP എം പിമാരിൽ നിന്നോ നമുക്ക് പ്രതീക്ഷിക്കേണ്ടതില്ല. ഇനി താങ്കളാണ് ആ ഒരു വലിയൊരു ഉത്തരവാദിത്വം ലോക്സഭയിൽ ഏറ്റെടുത്ത് ഉയർത്തേണ്ട ഒരു ആവശ്യം. നമ്മുടെ കേരളത്തിൻ്റെ ഒട്ടേറെ പ്രശ്നങ്ങളുണ്ട്. ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഇഷ്യൂ അല്ല, നിരവധി കാര്യങ്ങൾ ഉണ്ട് കേരളത്തിന് അർഹമായി കിട്ടേണ്ട കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി. ഇപ്പോൾ കേരളത്തിന് അർഹമായ ആനുകൂല്യം അല്ലെങ്കിൽ കേരളത്തിൻ്റെ അർഹതപ്പെട്ടത് നമുക്ക് ലഭിക്കുന്നില്ല എന്നുള്ള പരാതി ഇന്നലെയോ തുടങ്ങിയതല്ല, ദീർഘകാലമായിട്ട് ഉള്ളതാണ്. ഇന്ന് അത് കൂടുതൽ ശക്തമായിരിക്കുകയാണ്. കേരളത്തോടുള്ള ഒരു തരം ചിറ്റമ്മ നയം എന്ന് തന്നെ വേണമെങ്കിൽ പറയാവുന്ന രീതിയിലേക്ക് കേരളത്തെ അവഗണിക്കുന്നൊരു സമീപനമുണ്ട്. തീർച്ചയായിട്ടും അതിന് പരിഹാരമുണ്ടാക്കാൻ വേണ്ടി യോജിച്ച ഒരു പ്രവർത്തനമാണ് നടത്തേണ്ടത്. ഒറ്റയാൻ പ്രവർത്തനം കൊണ്ട് അത് മുഴുവൻ നേടിയെടുക്കാൻ കഴിയുമെന്നുള്ള വിദ്യാധാരണയൊന്നുമില്ല. നമ്മുടെ കേരളത്തിൽ നിന്ന് 20 MP മാരുണ്ട്. തീർച്ചയായിട്ടും അവരെല്ലാവരും കൂടി യോജിച്ച് നിന്നുകൊണ്ട് നമുക്ക് നമ്മുടെ കേരളത്തിന് അർഹതപ്പെട്ട കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയുള്ള പരിശ്രമം ഉണ്ടാകും. കേരളത്തിൽ നിന്ന് 2 മന്ത്രിമാരുണ്ട്. അപ്പോൾ 2 മന്ത്രിമാർ അവരുടെ സഹായം ഉപയോഗപ്പെടുത്താൻ കഴിയുമെന്നുള്ളത് ആലോചിക്കാവുന്ന. തീർച്ചയായിട്ടും പ്രതിപക്ഷത്തിന് കൂടുതൽ മുൻതൂക്കമുള്ള ഒരു സഭയാണ് 18ാം ലോകസഭ. അപ്പം അതുകൊണ്ട് തന്നെ പല കാര്യങ്ങൾക്കും നല്ല പോലെ ഇടപെടാൻ വേണ്ടി കഴിയും എന്നാണ് കരുതുന്നത്. ഈ മൂന്നാം മോദി സർക്കാർ നമുക്കറിയാം, ഒരു കേവല ഭൂരിപക്ഷം BJPക്ക് ഇല്ല, ശക്തമായൊരു പ്രതിപക്ഷം ഈ തവണ ഉണ്ടെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ നെറ്റ് വിഷയങ്ങളൊക്കെ വളരെ വലിയ രീതിയിൽ കുട്ടികളുടെ അല്ലെങ്കിൽ യുവാക്കളുടെ ഭാവി അപകടത്തിലാവുന്ന രീതിയിലെല്ലാം തന്നെയും പോയിരിക്കുന്നു. ഇതെല്ലാം തന്നെയും ആദ്യ ലോക്സഭ സമ്മേളനത്തിൽ ഉയർത്താനുള്ള സാധ്യതയുണ്ട്. എങ്ങനെയൊക്കെയാണ്? തീർച്ചയായിട്ടും ഇത്തരം വിഷയങ്ങൾ നമ്മുടെ ദേശീയ തലത്തിലുള്ള എൻട്രൻസ് പരീക്ഷകളുടെ ഭാവി തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന രീതിയിലാണ് നീറ്റിൻ്റെയും നെറ്റിൻ്റെയും ചോദ്യപേപ്പർ ചോരുകയും. അത് കേവലം ഒരു സ്ഥലത്ത് മാത്രമല്ല, ഒരു പരീക്ഷാ കേന്ദ്രത്തിലില്ല, വ്യാപകമായിട്ടുള്ള വിവിധ സ്റ്റേറ്റുകളിൽ നിന്നുള്ള വാർത്തകളാണ് വന്നത്. ഒരുപക്ഷെ BJPക്ക് മഹാഭൂരിപക്ഷം ഉണ്ടായിരുന്നെങ്കിൽ ഇന്നുള്ള പോലെയുള്ള ഒരു പ്രതികരണം ആ ഭാഗത്തുനിന്ന് ഉണ്ടാകില്ല. അതെല്ലാം നെഗ്ലക്റ്റ് ചെയ്ത് പോകാനായിരുന്നു സാധ്യത. പക്ഷേ ശക്തമായ പ്രതിഷേധം ഉയർന്നു വരും എന്നുള്ളതുകൊണ്ട് തന്നെ BJP ഗവൺമെൻറ് ഇപ്പോൾ അന്വേഷണം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. CBI തന്നെ അന്വേഷിക്കാൻ വേണ്ടി നിർബന്ധിതമാകുകയാണ് ചെയ്തത്. അതെല്ലാം നമ്മുടെ സഭയിൽ ചർച്ചയ്ക്ക് വിധേയമാക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. പ്രത്യേകിച്ച് നമുക്ക് കേരളം നോക്കുമ്പോൾ നമുക്കറിയാം, ഇന്നലെ ഇപ്പോൾ GST യോഗം നടന്നു, അതോടൊപ്പം തന്നെ പ്രീ ബജറ്റ് സമ്മേളനം തന്നെ ഒരു യോഗം നടന്നു. അത് നമുക്ക് ഇനിയിപ്പോൾ വരാൻ പോകുന്ന അടുത്ത ജൂലൈയിൽ ബജറ്റ് വരാൻ പോകുന്നു. അത് നമ്മളെ സംബന്ധിച്ച് ഇനിയിപ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ കടമെടുപ്പ് പരിധി ഉയർത്തുന്ന കാര്യത്തിലെല്ലാം തന്നെയും കേന്ദ്ര വിഹിതം ലഭിക്കുന്ന കാര്യത്തിലെല്ലാം തന്നെയും വളരെ വലിയൊരു കേന്ദ്രത്തിൽ നിന്നും ഒരു അവഗണന തുടരുകയാണ്. ഇനിയിപ്പോൾ അതിലൊരു മാറ്റം പ്രതീക്ഷിക്കാമോ? എങ്ങനെയാണത്? നമുക്ക് മാറ്റം എന്ന് പറഞ്ഞാൽ മാറ്റത്തിന് വേണ്ടി നമ്മൾ നിലകൊള്ളുക, നമ്മളെ നിലപാടുകൾ നമ്മൾ ശക്തമായിട്ട് ബാധിക്കും. പക്ഷേ അത് എത്ര കണ്ട് നേടിയെടുക്കാൻ കഴിയുമെന്നുള്ള കാര്യം ഗവൺമെൻറ്റിൻ്റെ ഒരു നിലപാടിനെ ആശ്രയിച്ചാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കഴിഞ്ഞ പോലെയുള്ള മഹാഭൂരിപക്ഷം കിട്ടി എന്തും ചെയ്യാമെന്നുള്ള ഒരു ധാരണയ്ക്ക് മാറ്റം വന്നിട്ടുണ്ട് എന്നുള്ളത് ഒരു ശരിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും കേരളത്തിൻ്റെ താല്പര്യങ്ങളും കൂടി സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ഇടപെടലിന് ശക്തി ഉണ്ടാകുമെന്നാണ് ഞാൻ കരുതുന്നത്. എന്തായാലും മുൻകാല അനുഭവം വെച്ച് നോക്കുമ്പോൾ ഏറ്റവും നല്ല മന്ത്രിയും ഏറ്റവും നല്ല MLAക്കുമായിരുന്നു. അതുകൊണ്ടൊക്കെ ഏറ്റവും നല്ലൊരു പാർലമെൻറ്റിനായി തീർട്ടെന്ന് എല്ലാവിധ ആശംസ നൽകുകയാണ്. എത്ര കണ്ട് സാധിക്കും എന്നുള്ളത് നമുക്ക് പിന്നീടാണ് മനസ്സിലാക്കുക. നമ്മുടെ പരിമിതികളുണ്ട്, എൻ്റെ വ്യക്തിപരമായിട്ടുള്ള പരിമിതികളുണ്ട്, പൊതുവെ നിലനിൽക്കുന്ന അന്തരീക്ഷത്തിൻ്റെ പരിമിതിയുണ്ട്. ആ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ടാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. അപ്പോൾ എല്ലാം പരിഹരിക്കപ്പെടും എന്നുള്ള ഇതില്ല. തീർച്ചയായിട്ടും കേരളത്തിൻ്റെയും അതുപോലെ തന്നെ ആലത്തൂർ മണ്ഡലത്തിൽ നിന്നാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. ആലത്തൂർ മണ്ഡലത്തിലെ ജനങ്ങളുടെയും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയുള്ള ആത്മാർത്ഥമായിട്ടുള്ള ഇടപെടലുണ്ടാകും.
അതാണ് ഇതുവരെ ചെയ്തത്. അങ്ങനെയാണ് നമ്മളെ കൊണ്ട് കഴിയുന്ന പരിമിതികളുണ്ട്. ആ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് നമ്മുടെ നാടിനും ജനങ്ങൾക്കും വേണ്ടി എന്തെങ്കിലും ചെയ്യുക എന്നുള്ള ആ ലക്ഷ്യമായിട്ട് മുന്നോട്ട് പോകും. ക്യാമറമാൻ ശൈലേഷ് കല്ലായിക്കൊപ്പം സിബി ജോസഫ്, കൈരളി ന്യൂസ്.